മൈ ഡിയർ മക്കളെ, മൈ ഡിയർ എക്സാം വിന്നർ ഫാമിലി, അഡ്വർടൈസ്മെന്റ് ജിംഗിൾസ് നമ്മൾ അധികം ഒന്നും കേട്ടിട്ടില്ല, പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പക്ഷെ എങ്ങാനും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതെങ്ങനെ അടിപൊളിയായിട്ട് എഴുതണമെന്ന് വളരെ ചുരുങ്ങിയ സമയത്തൊന്ന് നോക്കിയാലോ. അഡ്വർടൈസ്മെന്റ് ജിംഗിൾസ് നമുക്ക് ഒരുപാട് കേട്ട് പരിചയമുള്ളതാണ് അല്ലേ. നമ്മൾ മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ, കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്ന ഒരുപാട് പരസ്യവാചകങ്ങൾ കേട്ടിട്ടില്ലേ. അങ്ങനെയുള്ള നല്ല പരസ്യവാചകങ്ങൾ എഴുതാൻ ചിലപ്പം ക്വസ്റ്റ്യൻ വരും, നമുക്ക് ഓൾറെഡി വന്നിട്ടുമുണ്ട്. അപ്പം അടിപൊളിയായിട്ട് എങ്ങനെയാണ് അത് എഴുതാൻ നോക്കിയാലോ. ഒന്നാമത്തത്, എല്ലാം വളരെ ഷോർട്ടായിരിക്കണം. നിങ്ങൾ ഏത് പരസ്യം എടുത്ത് നോക്കൂ അല്ലേ, അമൂൽ, ടേസ്റ്റ് ഓഫ് ഇന്ത്യ, എല്ലാം വളരെ ചുരുങ്ങിയ വാക്കുകളാണ്. മാതൃഭൂമി, യഥാർത്ഥ പത്രത്തിന്റെ ശക്തി എന്നൊക്കെ പറയുന്നത് ചുരുങ്ങിയ വാക്കുകളാണ്. സോ ഏത് അഡ്വർടൈസ്മെന്റ് ജിംഗിൾ എഴുതുകയാണെങ്കിലും നിങ്ങൾ ഒരു 3-4 വേർഡ്സ് അതിനകത്ത് മതി, പിന്നെ ഒരു ഈണത്തിൽ വേണം അത് വരാൻ. നോക്കൂ, യൂസ് സിമ്പിൾ വേർഡ്സ്, ഈസി ടു സിങ്, ഈസി ടു റിമെമ്പർ. ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കുന്നുണ്ട്, യഥാർത്ഥ പത്രത്തിന്റെ ശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ട്. ഇതെല്ലാം എന്താണ്, ഒരു ഈണത്തിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളല്ലേ, നമ്മളതെല്ലാം ഓർത്ത് വെക്കുന്നില്ലേ. ഇതാണ് പ്രധാനമായിട്ടും വേണ്ടത്. ഒരു ബ്രാൻഡ് അത് ആളുകളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാൻ വേണ്ടി, അവരെന്നും ഓർത്തിരിക്കാൻ വേണ്ടി സിമ്പിൾ ആൻഡ് റിമെമ്പർ ചെയ്യാൻ പറ്റുന്ന വാക്കുകൾ വേണം ഉപയോഗിക്കാൻ. രണ്ടാമത്തത് റിഥം ആൻഡ് റൈമാണ് അല്ലേ, മേക്സ് ഇറ്റ് മ്യൂസിക്കൽ ആൻഡ് ഫൺ. നോക്കൂ, കേരളം കണി കണ്ടുണരുന്ന നന്മ, മിൽമ എന്ന് പറയുമ്പോൾ ആ എന്നുള്ളൊരു സൗണ്ട് അവിടെ റിപ്പീറ്റഡ്ലി വരില്ലേ. കേരള ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടൊരു സാധനം ഒരു ഈണത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നില്ലേ. ആ ഒരു റിത്തമിക് സ്റ്റൈൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയാറില്ലേ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്, അതുപോലെയുള്ള പിക്കപ്പ് ലൈനുകളൊക്കെ പോലെയുള്ള നമ്മൾ ഓർത്തിരിക്കുന്ന രീതിയിൽ എഴുതുക. ഹൈലൈറ്റ് ദ പ്രോഡക്റ്റ്, അതിനകത്ത് നിങ്ങൾ പ്രോഡക്റ്റ് മെൻഷൻ ചെയ്യുക. മെൻഷൻ നെയിം, ഇറ്റ്സ് നെയിം ക്ലിയർലി, അതിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾ അതിൻ്റെ ആ പ്രോഡക്റ്റിൻ്റെ പേര് മെൻഷൻ ചെയ്യാം. നമുക്ക് ശ്രീകാന്ത് ബൊല്ല ഒരു ഓൺട്രപ്രണർ ആണെന്നറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് വേണ്ടി ഒരു അഡ്വർടൈസ്മെൻറ്റ് ജിംഗിൾ ഉണ്ടാക്കാൻ ക്വസ്റ്റ്യൻ വന്നാൽ അതെങ്ങനെ എഴുതാമെന്ന് നോക്കിയാലോ. 3 ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഗ്രീൻ ടുഡേ, സേഫ് ടുമോറോ, ചൂസ് ബൊലാൻഡ്. ഇന്ന് നമ്മൾ ഈ ഹരിത ഉപയോഗ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്, അത് ഭാവിക്ക് ഉപകാരപ്പെടും. നമ്മൾ ബൊലാൻഡ് ഇൻഡസ്ട്രീസിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. തിങ്ക് ഗ്രീൻ, ലിവ് ക്ലീൻ, ബൊലാൻഡ് ഇൻഡസ്ട്രീസ്. ആ ഗ്രീൻ, ക്ലീൻ എന്നുള്ളൊരു സാധനം ഇവിടെ നോക്കൂ, ടുഡേ, ടുമോറോ, അതൊക്കെ ഒരു ഈണത്തിൽ അവിടെ വരുന്നില്ലേ. ഈ ഒരു സ്റ്റൈൽ നിങ്ങൾ ഫോളോ ചെയ്യാം. ചൂസ് ബെസ്റ്റ്, മേക്ക് ദ പ്ലാനറ്റ് റെസ്റ്റ്, ബെസ്റ്റ് റെസ്റ്റ്, ബൊലാൻഡ് വെഞ്ചേഴ്സ്. ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ നമുക്ക് പരീക്ഷയ്ക്ക് വരാനുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ അഡ്വർടൈസ്മെന്റ് ജിംഗിൾസ് ഒക്കെ നിങ്ങൾ സ്വയം ഒന്ന് കണ്ടെത്താൻ നോക്കുക. അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിന് വരുന്ന മാർക്കും കൂടെ നമുക്ക് അടിച്ചെടുത്തൂടെ. സോ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ ആയിട്ട് സാറ് ഇനിയും വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൽക്കാലം നമുക്കിടയിൽ ഒരു താൽക്കാലിക വിരാമം. ബൈ.